നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൽഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. ഉത്രട്ടാതി നക്ഷത്രം. മുൻപുണ്ടായിരുന്ന അലച്ചിലുകളും കഷ്ടപ്പാടുകളും മാറുന്നു. വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം സൂചിപ്പിക്കുന്നത് തങ്ങളുടെ നിലച്ചുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ച സ്വന്തം ഗ്രഹത്തിൻ്റെ പണികൾ തുടർന്ന് നടത്തി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു എന്നാണ്. തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ശുഭകാര്യങ്ങൾക്കും മറ്റ് ദാനധർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ തങ്ങൾക്ക് നാനാവിധത്തിലുള്ള സന്തോഷ വിജയ സാധ്യതകളും മനസ്സമാധാനവും കുടുംബ ഭദ്രതയും സാമ്പത്തിക പുരോഗതിയും കാണുന്നുണ്ട്. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ചില വിഷമങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസം തങ്ങളുടെ പെരുമാറ്റം കുറച്ച് കരുതലോടെ ആയാൽ നന്നായിരിക്കും. പുതിയ ദുശ്ശീലങ്ങൾ കൈവരാതെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടങ്ങളിലും ഓഹരികളിലും നിക്ഷേപിക്കാതിരിക്കാൻ ഈ മാസം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തോടൊപ്പം തന്നെ വരുമാനമാർഗം നേടാനുള്ള അവസരങ്ങൾ കൈവരുന്നതായി കാണുന്നു. പുതിയ മേഖലകളിലും സംരംഭങ്ങളിലും ഏർപ്പെടാൻ തികച്ചും അനുചിതമായ ഒരു മാസമാണിത്. അതായത് എന്തെങ്കിലും പുതിയതായി തുടങ്ങുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച് പിന്നീട് ചെയ്യുന്നതായിരിക്കും ഉചിതം. ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തുകയോ യഥാശക്തി കഴിയുന്ന പോലെ വഴിപാടുകൾ നടത്തുന്നതോ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും
നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.